Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന നല്ലൊരു ഇഞ്ചി കറിയുടെ റെസിപ്പിയാണ്. ഇഞ്ചി കറി നമ്മുടെ സദ്യകളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കറിയാണ്. കൂടാതെ നമുക്കിത് ഉണ്ടാക്കിയാൽ കുറേ ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പല ഏരിയയിലും ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ള രീതിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ കടായിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയാണ്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ വേണം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ ഇഞ്ചി 1/2 കപ്പ്. അതിനൊപ്പം തന്നെ 1/2 കപ്പ് ചുമന്നുള്ളി, നീളത്തിലോ വട്ടത്തിലോ അരിയാം. 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് വറുക്കുക. നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നന്നായിട്ട് മൂക്കാനായിട്ട്, പെട്ടെന്ന് കുക്കിംഗ് ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിപ്പോൾ ചേർത്തു. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കും. നന്നായിട്ട് ബ്രൗൺ ആകുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു. ഈ ഒരു കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഇനി തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ച ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്. 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ചും കൂടെ അരയാനുണ്ട്, ഒന്നുകൂടെ അരച്ചെടുക്കുക. അത്യാവശ്യം സ്മൂത്തായിട്ട് അരിഞ്ഞു. ഈ ഒരു മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ ചുമന്നുള്ളിയാണല്ലോ ചേർത്തത്. ചുമന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർക്കാം. ഈ അരപ്പ് നന്നായിട്ട് മൂക്കണം. പച്ചമണം എല്ലാം മാറി നല്ലൊരു മൂത്ത മണം വരണം. അതുവരെ വഴറ്റുക നന്നായിട്ട്. ഞാൻ ഈ മിക്സി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. കുറച്ച് അരപ്പിനകത്തുണ്ട്. ഇനി കുറച്ച് സമയം എടുക്കും. നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളറും ആവണം. മാത്രമല്ല പച്ചമണം നന്നായിട്ട് മാറണം. അതുവരെ സോട്ട് ചെയ്യുക. നമ്മൾ അരപ്പ് കഴുകിയ വെള്ളം ചേർത്ത് നന്നായിട്ട് മൂക്കണം. ഇതിൻ്റെ കളറ് ഡാർക്ക് ആവണം. കൂടാതെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കളറൊക്കെ നല്ല ഡാർക്കായി, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് വാളംപുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഈ ഒരു സൈസിലുള്ള നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. 1/2 കപ്പ് വെള്ളം. ഈ പുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കാം. കുറച്ചും കൂടെ വെള്ളം ചേർക്കുക.
ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിക്ക് മെയിനായിട്ട് നമ്മൾ നല്ലൊരു ഇച്ചിരി മധുരം വേണം. കുറച്ച് മധുരവും എരിവും പുളിയും എല്ലാം കൊണ്ടുള്ളതാണ് ഇഞ്ചിക്കറി. അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഞാനിവിടെ കുറച്ച് ശർക്കരയാണ് ചേർക്കുന്നത്. എണ്ണ തെളിഞ്ഞ് കിടക്കണം, അതാണ് എൻ്റെ ഒരു പരുവം. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം കൊടുക്കുക. ഇപ്പം ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നു. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 4 ടീസ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ചേർത്തേക്കുന്നത്. അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, മധുരം എപ്പോഴും അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ഇച്ചിരി മധുരം മുമ്പ് നിൽക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത്രയും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. എപ്പോഴും ഇഞ്ചിക്കറിക്ക് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നല്ല എരിവും പുളിയും അത്യാവശ്യം മധുരമുള്ള ഈ ഇഞ്ചിക്കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ കൂടെ അവിയലും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് ചോറ് കഴിക്കാനായിട്ട്. ഈ ഒരു അളവെന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ കുറേ നാൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്താണെങ്കിൽ ഒരാഴ്ചയൊക്കെ 5 ദിവസം തൊട്ട് 7 ദിവസം വരെയൊക്കെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.